പൂക്കടവ് വാടയ്ക്കകം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ തെരുവുനായ ശല്യത്തിനെതിരെ വരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. വരാപ്പുഴയിലെ തെരുവുനായ ശല്യത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് വരാപ്പുഴ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജനസേവ തെരുവുനായ വിമുക്ത കേരള സംഘം ചെയർമാൻ ജോസ് മാവേലി ധർണ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ 99% ജനങ്ങളും പറയുന്നത് തെരുവ് നായ്ക്കളെ എത്രയും പെട്ടെന്ന് ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഞങ്ങളുടെ അവകാശം നൽകണമെന്നുള്ള ഒരു വലിയ അഭിപ്രായത്തിൽ നിൽക്കുന്നവരാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് സാധ്യമാകുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ നമ്മളൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും ഈ 3 വിഭാഗത്തിൻ്റെയും നേതാക്കന്മാർ ആരും തന്നെ ഇങ്ങനെയുള്ള സമരങ്ങളിൽ വരുന്നില്ല, അതിനുവേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല. അത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് മനുഷ്യന് പുറത്തിറങ്ങി നടക്കുക എന്നുള്ളത്. ഇന്ന് കൊച്ചു മക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. എത്രയോ മാലാക കൊച്ചുങ്ങളെയാണ് തെരുവ് പട്ടികൾ കടിച്ച് പിന്നീട് അത് മരണപ്പെടുകയും പേവിഷബാധയായിട്ട് മരണപ്പെടുകയും അതിദാരുണമായി മരണപ്പെടുകയും സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത്രയും അതിദയനീയമായ അവസ്ഥകൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ രംഗത്ത് വരുന്നില്ല, ഭരണകർത്താക്കളും വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ ശബ്ദം വലുതാവണം, നമ്മൾ ശബ്ദം ഉയർത്തണം. ഒരു വിമോചന സമരം തന്നെ നമുക്ക് വേണ്ടി വരും, വിമോചന സമരം തന്നെ. എന്നാൽ മാത്രമേ നമുക്കിതിനൊരു പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിയമം എന്താണ്? തെരുവ് പട്ടികളെ എല്ലാവരും ഇവിടുന്ന് ജനവാസ കേന്ദ്രത്തിൽ മാറ്റി ഷെൽട്ടറാക്കണമെന്നാണ്. പക്ഷെ ഇവരാരും ചെയ്യുന്നില്ല. എത്രയോ ഒരു തെരുവുനായ, ഒരു പെൺ തെരുവുനായ ഒരു വർഷം 3 തവണയാണ് പ്രസവിക്കണേ, അതും 10-15 കുഞ്ഞുങ്ങളെ. ഇതിങ്ങനെ പെറ്റുപെരുകി കഴിഞ്ഞ 2020 ഒരു സർവേ എടുത്തപ്പോൾ അന്ന് 2 ലക്ഷമോ 3 ലക്ഷം തെരുവുനായ്ക്കളുണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. ഇന്ന് ശരിക്കും അവർ സർവേ എടുത്തപ്പോൾ പറയുന്നത് 10 ലക്ഷം വരെ എന്ന്. നമുക്ക് കണക്കൂട്ടാണെങ്കിൽ 1 കോടി തെരുവുപട്ടികൾ ഉണ്ടാവും. ഇപ്പോൾ അതിന് മാത്രം പട്ടികൾ പെരുകയാണ്. വരാപ്പുഴ പഞ്ചായത്തിനെ നമുക്ക് മാതൃകയാക്കണം. അതിനുള്ള നല്ല നട്ടലുള്ള, നല്ല ഹൃദയമുള്ള, നല്ല മനസ്സുള്ള ആളുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സമരത്തെ വിജയിപ്പിക്കണം. വരാപ്പുഴ പഞ്ചായത്തിലെ ഭരണകർത്താക്കളും പ്രതിപക്ഷങ്ങളും എല്ലാവരും ഒരുമിക്കോ, ഒരു സർവകക്ഷിയും വിളിച്ചിട്ട് പരിഹാരം കാണുക. അക്രമകാരികളായ നായ്ക്കളെ ഷെൽട്ടറുകളിൽ അടയ്ക്കാം എന്ന് ഉറപ്പ് നൽകുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാവൂ എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വാടയ്ക്കകം റെസിഡൻഷ്യൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ധർണയിൽ VRA പ്രസിഡന്റ് ആൻസൺ ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു. നമുക്ക് ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട പ്രസിഡന്റിൻ്റെ അടുത്തോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ അടുത്തോ നമുക്ക് നേരിട്ട് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റില്ല. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ്. നമുക്ക് പറയാൻ പറ്റിയ വേദിയാണ് നമ്മുടെ പഞ്ചായത്ത്. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പഞ്ചായത്തിന് മുമ്പിൽ ഇങ്ങനത്തെ ഒരു ധർണ നടത്തുന്നത്. ഈ സ്ഥലം തയ്യാറാക്കേണ്ടത് പഞ്ചായത്ത് തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ പഞ്ചായത്ത് ഒരുക്കണം. പറവൂർ താലൂക്ക് റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രസിഡന്റ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇതൊരു ഉന്നതമായ സാമൂഹ്യ ബോധത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ ചിന്ത. ഇവിടെയാണ് നിങ്ങളുടെ ഈ പ്രതിഷേധ പരിപാടിയുടെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും വാടയ്ക്കകം അസോസിയേഷന് എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയാണ്. 2014 മുതൽ 2025 വരെയുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നായ്ക്കൾ കടിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ മാത്രം ചികിത്സ നേടിയ ആളുകളുടെ എണ്ണം 25.54 ലക്ഷമാണ്. 22.5 ലക്ഷം ആളുകൾ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന് പറഞ്ഞാൽ ഇതിന് ഭീകരാക്രമണം എന്നല്ലാതെ പിന്നെ എന്താ പറയുക? 2020 മുതൽ 2025 വരെ 8 ലക്ഷം വരെ തെരുവ് നായ്ക്കൾ കടിച്ചു കഴിഞ്ഞു. കേരളത്തിൽ ഒരു വർഷം 1,33,000 പേരെ നായ്ക്കൾ വേട്ടയാടുന്ന അത്യന്തം ഭീകരമായ ഒരു കാഴ്ച നമ്മുടെ നാട്ടിലുണ്ട്. VRA സെക്രട്ടറി ജോസഫ് MA സ്വാഗതവും ട്രഷറർ ഡേവിഡ് KJ നന്ദിയും പറഞ്ഞു. സിനിമാ താരം ഹുസൈൻ കോയ, ദയ ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹി ജോസ് വരാപ്പുഴ, CPM പറവൂർ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബെന്നി, ആക്ഷൻ ഫോഴ്സ് ജോയിന്റ് സെക്രട്ടറി ലത മുഹമ്മദ്, ബാബു ചാക്യാത്ത്, സ്റ്റാൻലി ഡിക്കുഞ്ഞ, ഡേവിസ് KJ, റെന്നി ജോസഫ്, ജിനി KA തുടങ്ങിയവർ ധർണയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് മീഡിയ, വരാപ്പുഴ.